ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെന്റ് മെക്കാനിസം മെൻഷൻ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ദ ഡെമോക്രസി? ഡെമോക്രസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് മെക്കാനിസംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഡെമോക്രസിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഇതുകൂടാതെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. പിന്നെ വരുന്നത് നാഷണൽ കമ്മീഷൻസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് മൈനോറിറ്റീസ് ആണ്. ഇപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഡിഫറെന്റ് മെക്കാനിസംസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഡെമോക്രസി ആർ the National Commission for Backward Classes and the Election Commission. It also includes the National Commission for Women and the National Human Rights Commission. Finally, it mentions the National Commission for Scheduled Castes, Scheduled Tribes and Minorities. Question: Identify the specific steps in the election process. Election process ൽ വരുന്ന സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ എലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ വോട്ടിംഗ് പ്രോസസ്സിൽ വരുന്ന സെവറൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം വന്നിട്ട് വോട്ടേഴ്സ് അവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നു. പിന്നീട് ഓഫീസേഴ്സ് വന്നിട്ട് ഇവരുടെ വോട്ടേഴ്സ് നെയിം അവരുടെ കയ്യിലുള്ള ഇലക്ടോറൽ റോളിന്റെ കോപ്പിയായിട്ട് ചെക്ക് ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഓഫീസർ വന്നിട്ട് ഇവർ വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വിരലിൽ അവർ മഷി വയ്ക്കും. അതിനുശേഷം വോട്ടേഴ്സ് വന്നിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയിട്ട് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് എലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ വോട്ടിംഗ് പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The several steps of the voting process are: first, voters are queuing up to cast their votes. An officer checks the voter's name in the marked copy of the electoral roll. Another officer applies indelible ink on the voter's finger and the voter casts their vote in the voting compartment. Question: What programs can be planned for International Human Rights Day? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുക? ഇപ്പൊ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേയിൽ നമുക്ക് കുറെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് വന്നിട്ട് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന്റെ അവയർനെസ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ എക്സിബിഷൻ നടത്താവുന്നതാണ്. പിന്നെ വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സിനുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാം. പിന്നെ വരുന്ന മറ്റ് ആക്ടിവിറ്റീസ് പറയുന്നത് ഡിബേറ്റ്സ് നടത്താവുന്നതാണ്, അതുപോലെ ക്യൂസ്, അതുപോലെ ഫിലിം സ്ക്രീനൊക്കെ ഈ ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Several programs can be organized for International Human Rights Day. We can hold a poster exhibition to raise awareness. A seminar can be conducted to discuss human rights issues. Other activities like debates, quizzes, and film screenings can also be planned. Question: What are the issues raised by women agitators? Women agitators raise ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇപ്പോൾ വിമൻ അജിറ്റേറ്റേഴ്സ് വന്നിട്ട് അവരുടെ റൈറ്റ്സും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ജസ്റ്റിസും ജെൻഡർ ഈക്വാലിറ്റിയാണ്. പിന്നെ വന്നിട്ട് അവരുടെ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷനും വിമന്റെ സേഫ്റ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത്. പിന്നെ മെയിനായിട്ട് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിമൻസിന് അഗെയിൻസ്റ്റുള്ള ഡിസ്ക്രിമിനേഷനും വയലൻസ് ഒക്കെ അവസാനിപ്പിക്കുക എന്നാണ്. അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The women are demanding several rights and protection. They are asking for equal justice and gender equality. They want safety for women and protection of their rights. They also demand an end to violence and discrimination against women. Question: What are the issues faced by minorities? Minorities face ചെയ്യുന്ന ഇഷ്യൂസ് ഏതൊക്കെയാണ്? ഇപ്പം മൈനോറിറ്റീസും കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്റെ സ്ക്രിപ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ്. അതോടൊപ്പം തന്നെ ഈ മൈനോറിറ്റീസിന്റെ ഓവറോൾ സോഷ്യൽ പ്രോഗ്രസ് എൻഷുർ ചെയ്യുക എന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The issues faced by minorities includes economic and educational backwardness. It also mentions the need to protect the scripts of linguistic minorities. Ensuring the overall social progress of the minorities is another key demand. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question:
According to Jawaharlal Nehru, what developmental activities should be done for scheduled caste and scheduled tribe sections? ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സെക്ഷൻസിന് വേണ്ടി എന്തൊക്കെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്? അപ്പോൾ ജവഹർലാൽ നെഹ്റു കുറെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത് അവരുടെ ഏരിയാസിലുള്ള റോഡ്സും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക എന്നാണ്. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സ്കൂൾസ് അതുപോലെ തന്നെ ഹെൽത്ത് സർവീസസും കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവരിക എന്നാണ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതായത് അവരുടെ യുണീക്ക് വേ ഓഫ് ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്ന അഗെയിൻസ്റ്റ് വാൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നെഹ്റു സജസ്റ്റഡ് സെവറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. He emphasized building roads and communication facilities in their areas. He also mentioned the need for schools, health services, and cottage industries. However, he warned against interfering with their unique way of life. Question: what suggestions did Dr. B.R. Ambedkar give for the progress of backward sections? Backward sections in the progress ന് വേണ്ടിയിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ത് സജഷൻസ് ആണ് നൽകിയിരുന്നത്? ഇപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ വന്നിട്ട് ബാക്ക്വേർഡ് സെക്ഷൻസിന്റെ അപ്ലിഫ്റ്റ്മെന്റ് വേണ്ടിയിട്ട് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻ ആണ് ഈ ബാക്ക്വേർഡ് സെക്ഷനിലുള്ളവർക്ക് ഹയർ എഡ്യൂക്കേഷൻസ് ആക്സസിബിൾ ആക്കുക എന്നത്. അതും ലെസ് കോസ്റ്റിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നാണ്. പിന്നെ ഇത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ബാക്ക്വേർഡ് സെക്ഷൻസിന് സൊസൈറ്റിയിൽ ഒരു ഈക്വാലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ തന്നെ നൽകണമെന്നാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Dr. Ambedkar gave important suggestions for the upliftment of backward sections. He said that higher education should be made accessible and less costly for them. He also stressed that giving special consideration to backward sections is the only way to bring them to equality. Question: what is the main role of the Election Commission of India? Election Commission of Indiaയുടെ മെയിൻ റോള് എന്താണ്? ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഫ്രീയും ഫെയറും ആയിട്ടുള്ള എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നാണ്. പിന്നെ പ്രസിഡന്റിനും പാർലമെന്റിനും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന് വേണ്ട എലക്ഷൻസിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നതും ഇവരുടെ ഒരു മെയിൻ റോളാണ്. പിന്നെ ഇവർ തന്നെയാണ് ഇലക്ടോറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ വോട്ടേഴ്സിന് വോട്ടർ ID കാർഡ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്നിട്ട് എലക്ഷൻസ് ഒക്കെ ഇംപാർഷ്യൽ മാനറിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The main role of the election commission is to conduct free and fair elections. It supervises elections for the president, parliament, and state legislative assemblies. It prepares electoral rolls and issues voter ID cards. The commission ensures that elections are conducted in an impartial manner. Question: how is the chief election commissioner removed from office? എങ്ങനെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്? ഇപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ ഓഫീസിൽ നിന്നും റിമൂവ് ചെയ്യുന്നത് ഒരു ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിലൂടെയാണ്. അപ്പൊ ഇതൊരു പാർലമെന്റിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൊസീഡിംഗ് ആണ്. ഈ പ്രോസസ്സിലൂടെ ഇലക്ഷൻ കമ്മീഷണറിന് ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സെയിം പ്രോസസ്സിലൂടെയാണ് സുപ്രീം കോർട്ടിലുള്ള ജഡ്ജിനെയും റിമൂവ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The chief election commissioner can only be removed through a process called impeachment. This is a special proceeding in the parliament. This process ensures the independence of the election commissioner. It is the same process used for removing a Supreme Court judge. Question: what is the National Human Rights Commission? National Human Rights Commission അല്ലെങ്കിൽ NHRC പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ NHRC എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്മീഷനാണ്. ഇപ്പൊ ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്സ് ആണ് എൻക്വയറി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് ഒക്കെ ഗവൺമെന്റിന് നൽകുന്നതും ഈ ഒരു കമ്മീഷനാണ്. ഈ ഒരു കമ്മീഷന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഓരോ സിറ്റിസൺസും മാന്യതയോടെ ജീവിക്കുക എന്നതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The NHRC is a body established to protect and promote human rights in India.
It inquires into complaints of human rights violation. It can also give suggestions to the government on human rights matters. Its goal is to ensure that every citizen lives with dignity. Question: what are the functions and responsibilities of Human Rights Commission? Human Rights Commission's functions and responsibilities എന്തൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ അവർ ജയിൽസും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ വല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും ആവശ്യമുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് വല്ല അഡ്വൈസും വേണമെങ്കിൽ അതവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എഗ്രിമെന്റ്സ് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട ആക്ഷൻസും അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Investigate complaints about human rights violations. Become a party to court proceedings related to human rights violation. Visit jails and rehabilitation centers and suggest improvements. Check how well the human rights protection systems work and give advice. Analyze international human rights agreements and take action. Examine violations by law enforcement officers and public servants and take action to prevent them. Question: explain the key features of Kerala State Human Rights Commission. Kerala State Human Rights Commission's key features explain ചെയ്യുക. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നിട്ട് 11th December 1998 ഫോം ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 മെമ്പേഴ്സാണ് വരുന്നത്. ഇപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹൈക്കോർട്ടിലുള്ള റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജായിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. കമ്മീഷനിലുള്ള മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഇപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Each state has its own human rights commission similar to the National Human Rights Commission. Kerala State Human Rights Commission is formed on 11th December 1998. There are 3 members in the commission including the chairperson. A retired chief justice or judge of the High Court shall be the chairperson. Members of the commission are appointed by the governor. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: what are the main functions of the National Commission for Women (NCW)? National Commission for Women's main functions എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW വന്നിട്ട് മെയിൻ ആയിട്ട് ഇന്ത്യയിലുള്ള വിമൻസിന്റെ ഇൻട്രസ്റ്റും റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വിമണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് വേണ്ട അമെൻമെന്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല വിമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ്, ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഒക്കെ ഇതിനകത്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കമ്മീഷൻ വന്നിട്ട് വിമണുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിനെ കുറിച്ചിട്ട് ഗവൺമെന്റിന് അഡ്വൈസും നൽകുന്നുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The NCW works to protect the rights and interests of women in India. It reviews laws related to women and suggests amendments. It investigates issues of discrimination and violence against women. The Commission also advises the government on policies concerning women. Question: what are the functions and responsibilities of National Commission for Women? National Commission for Women's functionsum responsibilitiesum എന്തൊക്കെയാണ്? ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW വന്നിട്ട് സ്ത്രീകളുടെ സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എക്സാമിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനും ഇനീക്വാലിറ്റി ഒക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള വേസ് ഗവൺമെന്റിന് സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ വന്നിട്ട് ഇവർ ജെൻഡർ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല വിമൺ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിൽ ഗവൺമെന്റിന് അഡ്വൈസും ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ നൽകുന്നുണ്ട്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Examine the constitutional provisions, laws for women's safety, suggest ways to eliminate inequality and discrimination faced by women, suggest proposals for legislation to protect women's rights, intervene in the issues faced by women and suggest solution, ensure gender justice, advise governments on women-related policies. Question: what is the purpose of the National Commission for Minorities? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ പർപ്പസ് എന്താണ്?
നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് വന്നിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൾച്ചറൽ മൈനോറിറ്റീസ് അതുപോലെ റിലീജിയസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മൈനോറിറ്റീസിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്സ് ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഒരു കമ്മീഷൻ വന്നിട്ട് ഈ മൈനോറിറ്റീസ് വന്നിട്ട് സൊസൈറ്റിയിൽ ഫുൾ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The National Commission for Minorities was formed to protect the rights of minority communities. It works for the welfare of religious, linguistic, and cultural minorities. It evaluates their progress and submits reports to the government. The Commission helps ensure their full participation in society. Question: What is the Dowry Prohibition Act 1961? Dowry Prohibition Act 1961 പറയുന്നത് എന്താണ്? ഇപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 എന്ന് പറയുന്നത് മാരേജ് സമയത്ത് ഡൗറി കൊടുക്കുന്നതും അതുപോലെ വാങ്ങിക്കുന്നതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് പാസ് ചെയ്തത്. ഇപ്പോൾ ഡൗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സമയത്ത് കൊടുക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണിയാണ്. അപ്പോൾ ഈ ഒരു ലോ പ്രകാരം ഡൗറി കൊടുക്കുന്നതും അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതും പണിഷബിൾ ക്രൈമാണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഡൗറിയുമായി റിലേറ്റഡ് ആയിട്ട് വിമൻസിന് അഗെയിൻസ്റ്റ് നടക്കുന്ന പീഡനങ്ങൾ തടയാനാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് ആക്ട് വാസ് പാസ്ഡ് ടു സ്റ്റോപ്പ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി ഡ്യൂറിംഗ് മാരേജ്. Dowry is any property or money given as a condition of marriage. Under this law, both giving and accepting dowry are punishable crimes. It aims to prevent atrocities against women related to dowry. Question: Explain the difference between constitutional and extra-constitutional bodies. കോൺസ്റ്റിറ്റ്യൂഷണലും എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പോലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അതേസമയം എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലെ ആക്ട് ഓഫ് പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ പവേഴ്സ് പറയുന്നത് ഈ ലോ ക്രിയേറ്റ് ചെയ്തവർ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Constitutional bodies are established by the Constitution of India itself, like the Election Commission. Their powers are derived directly from the Constitution. Extra-constitutional bodies are created by an Act of Parliament, like the National Human Rights Commission. Their powers are defined by the law that creates them. Question: Who appoints the members of the National Human Rights Commission? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മെമ്പേഴ്സിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വരുന്ന മെമ്പേഴ്സിനെ ഇന്ത്യത്തെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് നടക്കുന്നത്. ഇപ്പൊ ഈ ഒരു കമ്മിറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പൊ ഇതിനകത്ത് റൂളിംഗ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിന്റെ ഒക്കെ ലീഡേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The members of the National Human Rights Commission are appointed by the President of India. The appointment is made based on the recommendation of a committee. This committee is headed by the Prime Minister. It includes leaders from both the ruling party and the opposition. Subscribe to this channel for more videos like this. Question: What is the purpose of SC and ST Prevention of Atrocities Act 1989? SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 പർപ്പസ് എന്താണ്? ഇപ്പൊ ഈ ഒരു ആക്ട് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ഷെഡ്യൂൾ കാസ്റ്റിന്റെയും ഷെഡ്യൂൾ ട്രൈബിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൂരതകളും അതുപോലെ ക്രൈംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനാണ്. അപ്പൊ ഇത് വന്നിട്ട് സ്പെഷ്യൽ കോഡ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ലോ വന്നിട്ട് ഇത്തരം ക്രൂരതകൾക്ക് വിക്ടിം ആയിട്ടുള്ള ആളുകൾക്ക് റിലീഫും റീഹാബിലിറ്റേഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് എന്താ ഡിഫൈൻ ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആക്ഷൻസ് വന്നിട്ട് വളരെയധികം പണിഷബിൾ ആയിട്ടുള്ള ക്രൈം ആണെന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. This act aims to prevent crimes and atrocities against members of scheduled castes and scheduled tribes. It establishes special courts to handle such cases quickly. The law provides for the relief and rehabilitation of the victims of such atrocities. It defines specific actions against these communities as punishable crimes.
Question: How do institutions like the various commissions strengthen democracy? ഇപ്പോൾ നമ്മൾ പഠിച്ച വേരിയസ് കമ്മീഷൻസ് എങ്ങനെയാണ് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നത്? അപ്പോൾ ഈ കമ്മീഷൻസ് ഒക്കെ എല്ലാ സിറ്റിസൺസിൻ്റെയും റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സൊസൈറ്റിയിലുള്ള വീക്കർ സെക്ഷൻസിൻ്റെ റൈറ്റ്സും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൊസൈറ്റിയിലുള്ള സോഷ്യലും എക്കണോമിക് ഇനീക്വാലിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്മീഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ജസ്റ്റിസും ഈക്വാലിറ്റിയൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The commissions ensure that the rights of all citizens are protected. They provide a voice to marginalized and weaker sections of society. They work to remove social and economic inequalities. By ensuring justice and equality, they make democracy more meaningful and inclusive. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ fill in the blanks ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. Question: The Election Commission of India was formed based on Article Dash of the Indian Constitution. Answer: 324. Next question: The headquarters of the Election Commission of India is in Dash. Answer: New Delhi. Next question: The process of removing persons holding constitutional positions through parliamentary proceedings is called Dash. Answer: Impeachment. Next question: The first general election in India was the largest democratic process in the world, held in the year Dash. Answer: 1951 to 52. Next question: The National Human Rights Commission was established on 12th October Dash. Answer: 1993. Next question: The tenure of members of the National Human Rights Commission is 3 years or up to the age of Dash. Answer: 70. Next question: International Women's Day is observed on Dash. Answer: March 8. Next question: The Dowry Prohibition Act was passed by the Parliament in the year Dash. Answer: 1961. Next question: The first chairperson of the Kerala State Women's Commission was Dash. Answer: Sugatumari. Next question: The headquarters of the Kerala State Women's Commission is in Dash. Answer: Thiruvananthapuram. Next question: The National Minority Commission came into existence on 17th May Dash. Answer: 1993. Next question: The tenure of office for members of the National Commission for Scheduled Caste is Dash years. Answer: 3 years. Next question: The SC and ST Prevention of Atrocities Act came into force in the year Dash. Answer: 1989. Next question: The National Commission for Backward Classes, that is NCBC, was established in the year Dash. Answer: 1993. Next question: The NCBC received constitutional status in the year Dash. Answer: 2018. Next question: The Union Public Service Commission, that is UPSC, came into existence based on Article Dash of the Constitution. Answer: 320. Next question: The National Commission for Protection of Child Rights was established on 5th March Dash. Answer: 2007. Next question: Dash was the first Chief Election Commissioner of India. Answer: Sukumar Sen. Next question: In India, a person must be a minimum of Dash years old to be enrolled in the voters list. Answer: 18. Last question: Kerala Public Service Commission, that is KPSC, conducts recruitments for Dash government services. Answer: state government services. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.